അല്ല റാഷിദ, എന്താ പരിപാടി? ചുമരിന്റെ കോലം നോക്ക ആകെ അങ്ങോട്ട് എരപ്പാക്കിക്കണ നിങ്ങളെ മക്കള്. ഇഞ്ച മക്കളോ? നമ്മളെ മക്കളോ? അങ്ങനെ പറയും. എപ്പൊ തുടങ്ങി ഒരക്കലാണ്, ഒരു തുള്ളി ഇത് പോണില്ല. അത് ഐറ്റങ്ങളെ കടലാസ് പെൻസിലും ഇതൊക്കെ ഉണ്ടാവും. ഐറ്റങ്ങളെ കൈയട്ടിയ പാടും. ഇവിടെ ഒക്കെ കണ്ടില്ലേ ഗൈസ്? ഉണ്ടോക്കാണി സ്വിച്ച് ഇട്ടതാണ്. സ്വിച്ച് ഇട്ടതാ. ഇത് നമുക്ക് ചാടലാണോല്ലേ? അത്രയും നല്ല പെയിന്റ് അടിച്ച ചുമര. അത് ഫുള്ള് എരപ്പാക്കിക്കണ്. അതിന് ഏജ് ഇങ്ങനെ തുണിയോടെ വരച്ചിട്ട് കാര്യമില്ല മാളെ. ആ തുണിയോടെ അരച്ച തുണി മലയാളി കൂടെ നമുക്ക് വേറെ ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നാ ഇതാണ് മാജിക് സ്പോഞ്ച്. ഈ സാധനേ നമ്മളെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ കുറഞ്ഞ പൈസക്ക് കിട്ടും. 100 റുപ്യൻ്റെ ആ റേഞ്ചിലുള്ളൂ. ഇതുകൊണ്ട് ക്ലിയർ ആയിട്ട് ചുമര നല്ല ക്ലീൻ ആക്കുക. ഇതാണ് മാജിക് എറസർ പറഞ്ഞ സ്പോഞ്ച്. ഫുള്ള് കറ നീങ്ങും. ഇങ്ങനെ ചെറുതായിട്ട് നനക്ക ടാപ്പില്. ഞാൻ ചുമരുമെന്ന് വരുത്തി നോക്കാം. ക്ലീൻ ആകാണ്ട്. അതാണ് മാജിക് സ്പോഞ്ച്. ഇജ്ജയ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ തുണി കൊണ്ട് വരക്കണ്. ഇതുകൊണ്ടാണ് വരച്ചാണ്ട് അതുകൊണ്ട് ആ കറ അങ്ങോട്ട് ആദ്യം ഇളക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു തുണി കൊണ്ട് തുടച്ചാലും അവിടെ വൃത്തിയായി കിട്ടും. ആ കറാണ് പോവും. പിന്നെ ഇതുമത്തെ ചളി അതിമക്ക് ആകൂല. ഇളക്കിയ ചളി അതിന്റെ ബാക്ക് ഭാഗം കാണട്ടെ. കണ്ടോ ഗൈസ്? സാധനത്തിന്റെ ബാക്ക് ഭാഗം കണ്ടോ? എന്നാ വേഗം ഫുള്ള് ക്ലീൻ ആയിക്കാം. ആ ഭാഗം മൊത്തം നമ്മൾ കാണിച്ചു കൊടുക്കണല്ലേ നമ്മളെ ആൾക്കാർക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എത്ര പെട്ടെന്നാണ് ഇതിന്റെ ഡിഫറൻറ്റ് നോക്കി. ഗൈസ് കണ്ടില്ല നിങ്ങള്? ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാട്ടോ അടിഭാഗം ക്ലീൻ ആക്കാതെ നിർത്തിയത്. ഇങ്ങനത്തെ ചളി ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചളി പോവാന് ചുമരുമ്പോ വലിയ കുത്തി പരിക്കേൽപ്പിച്ച് പൊട്ടിയതൊന്നും പോകില്ല. ഇങ്ങനെ ഈ ഒരു കയ്യും കാലും തട്ടിങ്ങാണ്ട് ചളി ആയതും അതേപോലെ പെന്നോണ്ട് ചിലപ്പോൾ കുത്തി വരഞ്ഞ് ഉള്ളിൽ കഴിക്കണേ ചിലപ്പോൾ പോകില്ല. എല്ലാ കാര്യം പറയാലോ. ഇങ്ങനെ ചളി ആയിങ്ങാണ്ട് ചുമരാകെ വൃത്തിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് വാങ്ങിക്കോളി. കണ്ട ഗൈസ്? ആ കറയാണ് ഈ വരുന്നത്, ചുമരുമത്തെ കറ. കാരണം നിങ്ങള് അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു സാധനം കേട്ടത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ടില്ല നിങ്ങൾ ഒരു ചിത്രം അതിന്മേൽ നെക്കിയാൽ മതി കേട്ടോ. പോയി പർച്ചേസ് ചെയ്തോളി.